ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹൈനെക്ക് കോളറിൽ വരുന്നൊരു കുർത്തിയാണ് കാണിക്കുന്നത്. ജസ്റ്റ് കുർത്തിയുടെ കട്ടിങ് അല്ല, നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹൈനെക്ക് കോളർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു യൂണിഫോമിലാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ നമുക്ക് നല്ല ഒരു മെറ്റീരിയലിൽ പിന്നീട് നമ്മൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു XXL സൈസാണ്. ചെസ്റ്റ് സൈസ് 44, വേസ്റ്റ് 41 ഒക്കെ വരുന്ന ഒരു സൈസാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് നെക്കിനുള്ളത് കാണിക്കാം. നെക്കിന് നമ്മളെ ലെങ്ത് ഒരു 35, നോർമൽ ഒരു XXL വരുന്ന ആളുകൾക്ക് 35 ഒക്കെ ലെങ്ത് എടുക്കാം. പിന്നെ ഞാനിവിടെ വീതി എടുക്കുന്നത് 3 ഇഞ്ചാണ്. കാരണം ഞാൻ ജസ്റ്റ് അടിച്ചിങ്ങനെ മറിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അരികത്ത് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാമെന്ന് കരുതി. ഈ അടിച്ചൊക്കെ മറിച്ചെടുക്കുന്നവർക്ക് നമുക്കൊരു 4 ഇഞ്ച് വരെ വീതി കൊടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമ്മളുടെ നെക്കിൻ്റെ ആ ഒരു പോർഷനാണ്. അപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ 7 ഇഞ്ചാണ് താഴത്തേക്ക് ലെങ്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ താഴത്തെ ആ ഒരു സ്ക്വയർ പോലത്തെ ഒരു സംഭവം കണ്ടോ, അതൊരു 0.5 നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് മേളിലും താഴത്തേക്ക് ലെങ്ത് 7 ഇഞ്ച് ലെങ്ത്. പിന്നെ ആ താഴത്തത് ഒരു 1/2 ഇഞ്ച് അങ്ങനെ ഗ്യാപ്പ് ഇട്ട് അതും കട്ടിങ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ആ ഒരു അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ജസ്റ്റ് ഒരു ആ കോർണറിൻ്റെ അവിടെ നമുക്കൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലീവും നെക്കും ഒക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു പീസില്ലേ 3 ഇഞ്ച് വീതിയും ലെങ്ത്ത് നമ്മൾ 35 ആണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിങ്ങനെ അടിച്ച് മറിച്ചൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മടക്കി അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമുക്ക് ആ ഒരു കോളറിൽ വെക്കാൻ പറ്റും. ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഒരു 2-3 സ്റ്റിച്ചൊക്കെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അപ്പുറത്തും അതായത് സൈഡ് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ അടിച്ചിങ്ങനെ മറിച്ചെടുക്കുന്നില്ലല്ലോ, അപ്പോൾ സൈഡ് മാത്രം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് നമ്മളുടെ ആ ഒരു കുർത്തിയുടെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ആദ്യം തന്നെ നമ്മളുടെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ആ നെക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രണ്ട് കണ്ടോ, ആ രണ്ട് കോർണർ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കോർണറിൽ രണ്ടും നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് കട്ടിങ് ഇട്ട് കൊടുത്തു. കാരണം നമുക്ക് ആ ലേസ് അല്ല ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിലത്തെ പീസ് ബാക്കിലത്തെ പീസ് നല്ല വശം ഉള്ളിൽ വരണ രീതിയിൽ, ബാക്കിലത്തെ പീസ് മേളിൽ നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്യാണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ആം ഹോള് മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ അപ്പുറത്തെ ഇങ്ങനെ നമുക്ക് ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മളിങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫുള്ളായിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് വേണം നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. നല്ല വശത്തേക്ക് ഇത് കൊണ്ടുവരാം. അപ്പോൾ ഇതിങ്ങനെ മറിച്ച് കിട്ടുമ്പോഴത്തേക്ക് ഇത് ബാക്കിലത്തെ പീസ് ഇങ്ങനെ വരും, ഫ്രണ്ടിലത്തെ പീസ് നമ്മൾ ആ ഒരു നെക്ക് കട്ട് ചെയ്ത ഭാഗം. ഇനിയാണ് നമുക്ക് നമ്മളുടെ ആ ഒരു പീസില്ലേ നെക്കിലേക്ക് വെക്കേണ്ട ആ ഒരു പീസ് ഇതേപോലെ ഇങ്ങനെ വെച്ച് റൗണ്ട് ചെയ്ത്, അതായത് ഈക്വൽ ആയിട്ടിരിക്കണം. നമ്മളിത് രണ്ടായിട്ട് എടുക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ നെക്കിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതായത് ടോപ്പിന്റെയും ഇതിന്റെയും അരിക്ക് ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ, അതായത് നമ്മൾ ആ കോർണർ ഇട്ടേക്കണതിന്റെ, അതായത് കട്ടിങ് കൊടുത്തിട്ടില്ലേ താഴത്തേക്ക് ആ കോർണർ ഇട്ടേക്കണില്ല, അതിന്റെ അവിടെ കട്ടിങ് കൊടുത്തേക്കണം അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അങ്ങനെ നമുക്കിത് ഫുള്ളും നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ പതിയെ പതിയെ അടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾക്കിങ്ങനെ നെക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ ഇവിടേക്ക് ഇങ്ങനെ
ക്ലോത്ത് ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ ആ ഒരു ഷോൾഡറിന്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് ആസ്വദിച്ചൊന്ന് താഴത്തേക്ക് ഇറക്കിയിട്ട് ചരിച്ച് വേണം അത് അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ദേ ഇതിവിടെ നമ്മൾ ഇങ്ങനെ അരിക്ക് ചേർത്ത് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പതിച്ചെടുക്കണം. കണ്ടോ, നെക്ക് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതിച്ചെടുത്തിട്ട് താഴത്തെ ആ കോർണർ നമുക്ക് കട്ടിങ് ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ബാക്കി വന്ന ബാലൻസ് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. രണ്ടും താഴത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പതിച്ച് ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ചുറ്റിനും നമുക്കിങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു നെക്ക് നന്നായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടും. താഴത്തും നന്നായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് നമ്മൾ വെക്കാൻ ശ്രമിക്കുക, എന്നാലായിരിക്കും നമുക്ക് ആ നെക്കിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് എടുത്തറിയുന്നത്. അപ്പം ഇത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ പതിച്ചിങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. പതിച്ചടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി, 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ദേ ഇവിടെ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പതിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നെക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.